ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഒന്ന് നമ്മളൊരു വെജിറ്റബിൾ നൂഡിൽസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റമാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വളരെ അൺസേഫാണ്, അജിനാമോട്ടൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് സ്പൈസ് അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. സോ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ, ഒരു വലിയ പാത്രത്തിൽ ഒരു 3/4 പാത്രം വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നൂഡിൽസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നൂഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നൂഡിൽസ് വേവിക്കുമ്പോൾ ഉപ്പ് അധികമാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂഡിൽസ് കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് ഞെക്കി നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നമ്മുടെ ഈ നൂഡിൽസ് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് നൂഡിൽസിനെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് തണുത്ത വെള്ളം ഒരു 2-3 കപ്പ് ഈ ഒരു നൂഡിൽസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഈ നൂഡിൽസിന് ചൂടായിട്ട് ഇരിക്കുകയല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഓവർ കുക്ക് ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണേ. എന്നിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നൂഡിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. അതുകൂടാതെ ഓയിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. വേറെ ഏതും വെജിറ്റബിൾ ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നൂഡിൽസ് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസും ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 3-4 വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളിത്തണ്ടിൻ്റെ കടഭാഗം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളിത്തണ്ട് അഥവാ സ്പ്രിംഗ് ഓണിയൻ എല്ലാ നൂഡിൽസിൻ്റെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ്, ഒനിയൻ, അതുപോലെ ഉള്ളിത്തണ്ട്, പിന്നെ ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം, ഇത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം സ്മോൾ പോർഷൻ എടുത്താൽ മതി. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നൂഡിൽസ് ആയതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവർ കുക്കായി പോകും. ഒരിക്കലും ഓവർ കുക്ക് ആവരുത് വെജിറ്റബിൾസ്. അപ്പോൾ വെജിറ്റബിൾസ് ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി നമ്മൾ ചേർക്കുന്നത് കിയയുടെ നൂഡിൽസ് മസാലയാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിന് ചെറിയ സ്പൈസ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ സ്പൈസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. സോയാ സോസ് ചേർത്തതിന് ശേഷം കുറച്ച് ഉള്ളിത്തണ്ടും കൂടി കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിത്തണ്ടും സോയാ സോസുമാണ് നൂഡിൽസിലും ഫ്രൈഡ് റൈസിലേക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഓവർ കുക്കായി പോകും. അപ്പോൾ ഇതാവിടെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.